നമസ്കാരം. രൗദ്രഭാവത്തിലുള്ള ദേവതയാണ് സാക്ഷാൽ ഭദ്രകാളി ദേവി എങ്കിലും ഭക്തർക്കെല്ലാം അത് ഭക്തനാണ് എങ്കിലും ഭക്തയാണ് എങ്കിലും അമ്മയ്ക്ക് മക്കൾ തന്നെയാണ്. അതിനാൽ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുവാനും അവരെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുവാനും അവരുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അർഹതയ്ക്കനുസരിച്ച് അവരിലേക്ക് വന്ന് ചേരേണ്ടതായ കാര്യങ്ങൾ അമ്മ മഹാമായ പ്രദാനം ചെയ്യുകയും ചെയ്യും. എന്നാൽ അമ്മയുടെ അനുഗ്രഹം ഒരു സ്ത്രീയിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട്. നിങ്ങൾ ഒരു സ്ത്രീയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ അത് തീർച്ചയായും സാക്ഷാൽ കാളി ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സൗഭാഗ്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ സൂചന തന്നെയാകുന്നു. അതിൽ ആദ്യത്തേതായ ലക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കാം. എവരും ഓം ക്രീം കാളി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇവർ സിന്ദൂരം അണിയുകയാണ് എങ്കിൽ ഒരു പ്രത്യേകമായ ഭംഗി ഈ സ്ത്രീകളിൽ പ്രകടമാകും എന്നുള്ളതാണ്. സിന്ദൂരം അണിയുന്നതായ സമയത്ത് അല്ലെങ്കിൽ കുങ്കുമമാണ് എങ്കിലും അണിയുന്നതായ സമയത്ത് ആ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഭംഗി അനുഭവപ്പെടും എന്നതാണ് വാസ്തവം. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഈ സമയം ഇവരിലേക്ക് കടന്നു വരാം. അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യം ആരോ തങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു തോന്നൽ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. നെഗറ്റീവായ ഊർജങ്ങൾക്ക് പോലും ഇവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. മറ്റൊരു ലക്ഷണം അർഹതപ്പെട്ടതായ വ്യക്തികൾ, അത് ആരാണ് എങ്കിലും ഇവർ സഹായിക്കുന്ന വ്യക്തികളാണ്. അർഹതപ്പെട്ടതായ വ്യക്തികൾക്ക് സഹായം എത്തിക്കുന്നവരാണ് എന്ന് പറയാം. അവർക്ക് ഒരിക്കലും അർഹതപ്പെട്ടതായ സഹായങ്ങൾ ലഭിക്കാതിരിക്കില്ല എന്നതാണ് വാസ്തവം. മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. അത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ഇവർക്ക് അവരെ സഹായിക്കണം എന്ന് തോന്നുകയാണ് എങ്കിൽ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കണ്ട് മനസ്സറിഞ്ഞ് സഹായിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് ഇവർ. പലപ്പോഴും പഴയ കാര്യങ്ങൾ മറന്ന് പലരെയും അപ്രകാരം സഹായിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. അത്തരം കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എത്ര തന്നെ തോൽപ്പിക്കുവാൻ മറ്റൊരു വ്യക്തി ശ്രമിച്ചാൽ പോലും ഇവരെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. എത്ര തന്നെ ശ്രമിച്ചാലും പുതുതായി വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ ഇവർ മാറുകയും ചെയ്യും. കൂടാതെ ഇവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ വെറുത്തു കഴിഞ്ഞാൽ അത് അത്രമേൽ തെറ്റായ ഒരു കാര്യം ചെയ്താൽ മാത്രമായിരിക്കും ഇവർ വെറുക്കുക. അതല്ല എങ്കിൽ ഇവർ ക്ഷമിച്ച് കൊടുക്കുന്നവരാണ്. വളരെ കാലങ്ങൾക്ക് ശേഷം ക്ഷമിക്കുന്നവരുമാകാം. എന്നാൽ മനസ്സിനെ ഒട്ടും സാധിക്കാത്ത, അംഗീകരിക്കാൻ സാധിക്കാത്ത അത്രമേൽ വെറുത്തു പോയ വ്യക്തിയാണ് എങ്കിൽ പിന്നീട് ഒരിക്കലും ഇവർ അവരെ അംഗീകരിക്കില്ല എന്നതും വാസ്തവം തന്നെയാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്നതുമാണ്. ആത്മാർത്ഥമായി തന്നെയാണ് ഇവർക്ക് കുറ്റബോധം വന്നു ചേരുക. മറ്റുള്ളവരെ പലപ്പോഴും ഇവർ പരിഗണിക്കുകയും ചെയ്യും. കൂടാതെ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ തെറ്റിനെ കുറിച്ച് ഇവർക്ക് കുറ്റബോധം പല അവസരങ്ങളിലും തോന്നാം. കൂടാതെ ഇവരോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഇവരോട് ആത്മാർത്ഥമായ ഒരു കുറ്റബോധമുണ്ട് എങ്കിൽ ചെയ്തത് തെറ്റായി പോയി, അപ്രകാരം ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ ഇവർ അവരെ പരിഗണിക്കുക തന്നെ ചെയ്യും. അവർ ആ സമയം അവർ ചെയ്തിട്ടുള്ളതായ തെറ്റുകൾ എല്ലാം മറന്ന് അവർക്ക് മാപ്പ് നൽകുവാൻ സാധിക്കും എന്നതും വാസ്തവമാണ്. ആത്മാർത്ഥമായ കുറ്റബോധം പരിഗണിക്കുന്നവർ തന്നെയാണ് എന്ന് പറയാം. കുടുംബമാണ് ഇവരുടെ ലോകം. കുടുംബത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരണം എന്ന ആഗ്രഹം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്.
കുടുംബത്തോടൊപ്പം എപ്പോഴും നടക്കുവാൻ അല്ലെങ്കിൽ കുടുംബത്തെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അത് എത്ര വലുതാണ് എങ്കിലും അത് നിവർത്തിച്ചു കൊടുക്കുവാൻ പരമാവധി ശ്രമിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവരാണ് എന്ന് പറയാം. എപ്പോഴും ഒരു സംഘർഷം നിറഞ്ഞ ജീവിതം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. പലപ്പോഴും ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ പ്രതിസന്ധികൾ വന്ന് ചേർന്നു എന്ന് വരാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് തരണം ചെയ്യാനുള്ള ശക്തിയും അമ്മ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ്. എത്ര തന്നെ പതറാതെയും മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. മറ്റുള്ളവർ തളർന്നു എന്ന് വിചാരിക്കുന്നതായ ഇടങ്ങളിൽ പോലും തളരാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. എടുത്തുചാട്ടം ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെയധികം ആപത്താണ് ഇവർക്ക് ഉണ്ടാവുക. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുത്തു എന്ന് വരാം. അത്തരത്തിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയും അത് അബദ്ധങ്ങളിൽ കലാശിക്കുവാനും സാധ്യത കൂടുതലാണ്. അതിനാൽ എടുത്തുചാട്ടം ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെയധികം തിരിച്ചടികൾ ഇവർക്ക് നേരിടേണ്ട ഒരു സാഹചര്യം രൂപപ്പെടാം. പലപ്പോഴും പിന്നീടത് വേണ്ടായിരുന്നു എന്നൊരു ചിന്ത ഒരു ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളും ഇവിടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. പറയുന്നതായ കാര്യങ്ങൾ അത് സത്യമായി ഭവിക്കും. അതിനാൽ തന്നെ ഇവർ പറയുന്നതായ കാര്യങ്ങൾ സത്യമാകും എന്ന് ചിന്തിക്കുന്ന വളരെയധികം വ്യക്തികൾ ഇവർക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ഇവർ പറയുന്നതായ പല കാര്യങ്ങളും മറ്റുള്ളവർ തട്ടിത്തെറിപ്പിക്കണം എന്നില്ല. ആ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പലരും. അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. അതായത് ഏതൊരു അവസരത്തിലും ഇവർ പറയുന്നതായ കാര്യങ്ങൾക്ക് ചില വ്യക്തികളെങ്കിലും വളരെയധികം പ്രാധാന്യം നൽകി എന്ന് വരാം. പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പറയുന്നതായ സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ്. ആത്മീയപരമായ മുന്നേറ്റം വളരെ പെട്ടെന്ന് നടത്തുവാൻ സാധിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അമ്മയുടെ അനുഗ്രഹം, സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ തന്നെ ഈ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗം അനുഭവഭേദ്യമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ നിരവധിയാർന്ന ലക്ഷണങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ എല്ലാം പ്രകടമായില്ല എങ്കിലും ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം സാക്ഷാൽ കാളീദേവിയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന് തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ അമ്മ മഹാമായുടെ അനുഗ്രഹത്താൽ വന്നു ചേരും. എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചിന്തിക്കേണ്ടത്, മറ്റുള്ളവരുടെ മുഖം മൂടി അത് താഴെ വീഴുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കുവാനും പല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വ്യക്തമായ ഒരു ബോധ്യം മനസ്സിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ് എന്ന് ഇവരെ കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ഈ ലക്ഷണങ്ങൾ പ്രകടമാവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അമ്മയെ ആരാധിക്കാതിരിക്കരുത് എന്നുള്ളതാണ്. നിത്യവും ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകണം. മറ്റുള്ളവർക്കും ഈ ലക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകും. അമ്മയെ നിത്യവും ആരാധിക്കുന്നതിലൂടെയും ശരിയായ കർമ്മങ്ങൾ, അതായത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെയും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലും വന്നു ചേരാം.